അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം കർത്താവ് വഴി എൻ്റെ ജീവിതദാനമായി തന്ന വലിയ വിശ്വസ്തകളെ ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അധ്യക്ഷൻ കർത്തൃദാസൻ YPF ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. 1-2 ചോദ്യങ്ങളോട് നിങ്ങൾ റിപ്ലൈ ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്നു. നല്ല അയൽക്കാരെ ദൈവം ദാനമായി തന്നവരെ ഒന്ന് കൈ ഉയർത്തിക്ക്. ഞാൻ കൈ ഉയർത്തുകയാണ്. കാര്യം എൻ്റെ നെയ്ബേഴ്സ് ഇവിടെ ഉണ്ട്. ഒന്നിലധികം നെയ്ബേഴ്സ് എനിക്കിവിടെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നെയ്ബേഴ്സിന് നിങ്ങൾ ഒരു അനുഗ്രഹമാണെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്തിക്ക്. ഓക്കെ. സോ ഞാനിന്നിവിടെ ഒരു ചെറിയൊരു സ്റ്റോറി, അതിലൂടെ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം, വലിയവരോട് പിന്നെയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഭാവി തലമുറ ഇവിടെയായിരിക്കുന്നത്, അവരോട് മാത്രം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ഒരു സ്റ്റോറി ഞാൻ എഴുതിയതോ ഒന്നുമല്ല. ഞാൻ മേ ബി ഒരു 10 years ബിഫോർ ഞാൻ എൻ്റെ ഒരു ക്യാമ്പിനോ VBSനോ എവിടെയോ കേട്ടൊരു കഥയാണ്. അത് അന്ന് എന്നെ കേൾപ്പിച്ചു. ഇന്ന് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാൻ കർത്താവ് എന്നെ മുഖാന്തരമാക്കി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഫാത്തിമ ആൻഡ് ഫിഗ് ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. വലിയ ദരിദ്ര കുടുംബമൊന്നുമല്ല, സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, നല്ല രീതിയിൽ ജീവിക്കുന്നു. പേരൻസ് ഉണ്ട് ഫാത്തിമ ആൻഡ് ഫിഗിന്, സിബ്ലിങ്സ് ഉണ്ട്. അവർക്ക് ലൈഫിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പട്ടിണിയില്ല. ഒരു സോഴ്സ് അല്ലെങ്കിൽ വേറൊരു സോഴ്സ് വഴി എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ നെയ്ബേഴ്സ് അത്ര സ്റ്റേബിൾ അല്ല. എന്നുവെച്ചാൽ ഫിനാൻഷ്യലി ആണെങ്കിലും വേറെ രീതിയിൽ അത്ര നല്ല രീതിയിൽ അല്ല. അതുകൊണ്ട് അവരുടെ അടുത്ത് നടക്കുന്ന ഒരു ചെറിയൊരു പ്രാക്ടീസ് ഉണ്ട്. ഈ നെയ്ബേഴ്സ് എല്ലാവരും ഈ ഫാത്തിമ ആൻഡ് ഫിഗിൻ്റെ വീട്ടിലെല്ലാവരും കടം വാങ്ങാൻ, സാധനങ്ങൾ വാങ്ങാൻ വരും. അത് ഡ്രസ്സ് ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ. നമ്മുടെ നാട്ടിലെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ, അമ്മാമേ കുറച്ച് മുളക് പൊടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെല്ലാം ചെല്ലത്തില്ല. ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം കറിവേപ്പിലയാണെങ്കിലും തേങ്ങയാണെങ്കിലും അങ്ങനെ ചോദിച്ചു പോകുന്നൊരു ശീലമുണ്ട്. അപ്പം അതുപോലെ അയൽക്കാരല്ല ഇവരുടെ വീട്ടിൽ സാധനം ചോദിക്കാനായിട്ട് വരും. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനൊരു സിസ്റ്റം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. എന്നാൽ വേറൊരു തലത്തിലോട്ട് ഇവിടെ വേറെ രീതികളുണ്ടെങ്കിൽ തന്നെ അങ്ങനൊരു പ്രാക്ടീസ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇവരുടെ വീട്ടിൽ ആൾക്കാർ വരും പോകും. അപ്പം അവരുടെ ഫാദറിന് ജോലി ഉള്ളതുകൊണ്ട് ഫാത്തിമ ആൻഡ് ഫിഗിൻ്റെ അമ്മയാണ് വീട്ടിലെ ഹോം മേക്കർ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു വരും. അപ്പം ഇതിൽ കൊടുക്കുന്നതിൽ ഫാത്തിമ ആൻഡ് ഫിഗിനോ സിബ്ലിങ്സിനോ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം അമ്മയെപ്പോലെ തന്നെ ഫാത്തിമ ആൻഡ് ഫിഗ് ഓൾസോ ഈസ് എ വെരി കൈൻഡ് ഹാർട്ടഡ് ആയിട്ടൊരു കൊച്ചാണ്. പക്ഷേ ഇതിനിടയിൽ അവളെ കൺഫ്യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ അടുത്ത് വന്ന് സാധനം വാങ്ങുന്നതല്ലാതെ തന്നെ ഫാത്തിമ ആൻഡ് ഫിഗിൻ്റെ അമ്മ ഇവരുടെ വീടുകളിൽ സാധനം വാങ്ങാൻ ചെല്ലുന്നു. 1 വട്ടമായി, 2 വട്ടമായി, 3 വട്ടമായപ്പം ഇങ്ങനെ കുറേ പ്രാവശ്യമായപ്പം ഇവർക്കും സഹോദരങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ, പിന്നെന്തിനാ അമ്മ അങ്ങനെ ചെയ്യുന്നേ? നമ്മളിപ്പം ചെന്ന് അമ്മയോട് ചോദിക്കുന്ന പോലെ, അമ്മയ്ക്ക് എന്നാത്തിൻ്റെ കേടാ എന്ന് ചോദിക്കുന്ന പോലെ അവരെയും ചെന്നിട്ട് അമ്മയോട് ചോദിച്ചു. അപ്പം ഇതിന് ആൻഡ് ഫിഗിൻ്റെ അമ്മ പറഞ്ഞൊരു മറുപടി ഭയങ്കര ഒരു തോട്ട്ഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ ടച്ച് ചെയ്തു. അത് ഒന്ന് നിങ്ങളോട് കൺവേ ചെയ്യാൻ. ഒരു വലിയ കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷേ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം അമ്മ അവരോട് പറഞ്ഞൊരു കാര്യം, നെയ്ബേഴ്സ് നമ്മളുടെ അടുത്ത് സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ പല സാധനങ്ങൾ വാങ്ങുന്നു, പലത് ചോദിക്കുന്നു. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ പൈസ ആയിക്കോട്ടെ വേറെ രീതിയിലൊക്കെയാണ് ചോദിച്ചു വരുന്നത്. പക്ഷേ ഞാൻ മറ്റുള്ളവരുടെ വീട്ടിൽ ചോദിക്കാൻ ചെല്ലുന്നത് എന്താണെന്നറിയോ? ഉപ്പ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും വലിയ വിലയൊന്നും ഉണ്ടാകത്തില്ല അതിന്. ഉപ്പ് വളരെ സുലഭമായിട്ട് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പം ആൻഡ് ഫിഗ് കൺഫ്യൂസ്ഡായി, എന്തിനാ അമ്മ ഉപ്പ് ചോദിച്ചില്ലെന്ന്. അപ്പം അവളുടെ അമ്മ പറഞ്ഞൊരു മറുപടിയാണ്, മറ്റുള്ളൊരു കാര്യം, ഇപ്പം ഒരു ദിവസം സാധനം വാങ്ങാൻ വന്നു, 2 ദിവസം വന്നു, 3ാമത് വരാൻ അവർക്കൊരു മടിയുണ്ടാവും. അപ്പം നമുക്ക് തന്നെ ഒരു കാര്യം, ഇപ്പം ഇത്രയും പ്രാവശ്യമായിട്ട് ഞാൻ ആൻഡ് ഫിഗിൻ്റെ അമ്മയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു ചെല്ലുന്നു, ഇനി ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവുമോ, നമുക്ക് റിട്ടേൺ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്നൊരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു വിഷമം എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഫിഗിൻ്റെ അമ്മ ഒരു സൂത്രം കണ്ടുപിടിച്ചത്, ഞാൻ അവരുടെ വീട്ടിൽ പോയി സാധനം വാങ്ങാം. അപ്പോൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് അവേ പോളിസി അവിടെ നടക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല.
ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം അമ്മാമ്മയെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയായിരുന്നല്ലോ, നമുക്ക് ചോദിച്ച് ചെല്ലാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഫൈനൽ അമ്മ കൺക്ലൂഡ് ചെയ്ത ഒരു കാര്യമുള്ളൂ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ വീട്ടിൽ പട്ടിണിയില്ല. ഇത്ര മാത്രമേ ഉള്ളൂ അമ്മ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമുക്കൊരു ആത്മീയ വശത്തിലേക്ക് നമുക്ക് തിരിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഓൾറെഡി നല്ല ഗാനങ്ങൾ കേട്ടു, വചനം കേട്ടു, എക്സോട്ടേഷൻ കേട്ടു. ഇത് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയല്ല, എന്നാലും ഈ സ്റ്റോറി ഒന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് നെയ്ബേഴ്സ് ഇല്ലേ ഇവിടെ? ഫ്ലാറ്റ് സിസ്റ്റം ഒക്കെ വന്നുകൊണ്ട് നമുക്ക് ഒരു അത്ര ആത്മബന്ധമൊന്നും അത്ര ഇല്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇവിടെ നിന്നില്ല. ആരെങ്കിലും ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ ഗ്യാതറിങ്ങിന് മാത്രമേ നമ്മൾ കൂടാറുള്ളൂ. അതുകൊണ്ട് ഡിഫറെൻറ്റ് കൾച്ചറാണ്, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തോട്ട് ചെന്ന് അത്ര ഒരു റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹൂ ഈസ് യുവർ നെയ്ബർ? നമ്മൾ ആരാണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നെയ്ബേഴ്സിന് എന്താണ് ലാക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമുക്ക് അധികം ഉള്ളത് അല്ലെങ്കിൽ അവരിൽ കുറവുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കാൻ വില്ലിങ് ആയിട്ടുണ്ടോ? അതാണ് ജസ്റ്റ് 2-3 കാര്യങ്ങൾ. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ്, കൺസിഡർ ദം ആസ് യുവർ കൊലീഗ് അല്ലെങ്കിൽ നെയ്ബർ എന്നായിട്ട് വിചാരിക്കുക. അപ്പം നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവരെ കാണുന്നു, എല്ലാ ദിവസവും സംസാരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. നമ്മൾ കംപ്ലീറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വി ആർ കംപ്ലീറ്റ്. എപ്പോഴാ? യേശുവിൻ്റെ സ്നേഹം നമ്മളിൽ വന്നപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആണ്. പക്ഷേ അവർ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ടോ? നമ്മളിപ്പം ഇന്ന് നാളെ ജോണി ആണെങ്കിലും പറഞ്ഞു, ജോഷ് ആണെങ്കിലും ഡെൽവിൻ ആണെങ്കിലും നിങ്ങളാണ്, ബിക്കോസ് ഞങ്ങൾ നെക്സ്റ്റ് ഫ്യൂച്ചർ നിങ്ങളിലാണ് കാണുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ഇപ്പം നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ നിങ്ങൾ അറിഞ്ഞ യേശുവിനെ അറിയുന്നുണ്ടോ? ഈ നാട്ടിൽ നമുക്കൊരു വലിയൊരു വിപ്ലവമൊന്നും സൃഷ്ടിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇത് ഓൾറെഡി ഒരു ക്രിസ്ത്യൻ ഒരു കൺട്രിയാണ്. പക്ഷേ അവർ ജീസസിനെ അറിയുന്നുണ്ടോ? അവർ ചർച്ചിൽ പോകുന്നുണ്ടോ? അതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഇപ്പം നമ്മളോടുള്ള ബാക്കിയുള്ളവരോടാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ കൊളീഗ്സ്, ഇപ്പം കൂടെ കാറ് വരുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത് കൂടെ ജോലി ചെയ്യുന്നവരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ലോകത്തുള്ള എല്ലാ കാര്യത്തെപ്പറ്റി സംസാരിക്കും. എന്താ പറഞ്ഞത്, നമ്മുടെ കൾച്ചറിനെ പറ്റി, ഇന്ത്യയുടെ ഫുഡിനെ പറ്റി, എല്ലാ കാര്യങ്ങളും. സുനിത വില്യംസ് തിരിച്ചു വരുന്നതിനെ പറ്റി വരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ വീട്ടിൽ ഗ്യാതറിങ്ങിന് വരുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റിയിലുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ നമ്മൾ കാണുന്ന പേരൻസിന് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ്, ഇവരോടെല്ലാം യേശുവിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇഫ് നോ, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് പറയാന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഇവാഞ്ചലിസം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയല്ല, വലിയൊരു സിസ്റ്റം ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല. ഒരു ചെറിയൊരു നമ്മൾ അനുഭവിക്കുന്ന ഫ്രീഡം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന യേശുവിൻ്റെ സ്നേഹം. ഇപ്പം നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം, അതൊക്കെ ബൈബിളിലെ ബേസിക് കാര്യങ്ങളാണ്. നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്, നമ്മളോടുള്ള സ്നേഹം കണ്ടാണ്. അപ്പം ഒരു ഫ്യൂച്ചർ ഒരു കാര്യം ഉണ്ടെന്ന് നമുക്കറിയാം. യേശു വരും, നമ്മളെല്ലാം എടുക്കപ്പെടും. അപ്പം തെറ്റ് ചെയ്യുന്നവരായിരിക്കുന്നവർ അല്ലെങ്കിൽ അവരെല്ലാം ഭൂമിയിൽ പട്ടുപോകും എന്നൊക്കെ നമുക്കറിയാം അല്ലേ? ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയുമെന്ന് നിങ്ങളൊന്ന് ശ്രമിക്കണം. അല്ല, നമ്മൾ ഇവിടെ പോയി വലിയൊരു കാര്യങ്ങൾ പറയാനല്ല ശ്രമിക്കുന്നത്. ഇപ്പം നമ്മുടെ ഔട്ട്റീച്ചിന് പോയി എത്ര പേര് ഫെയ്ത്തുവിൻ്റെ ഫോട്ടോ കണ്ടു? അപ്പം ഒരു ചെറിയൊരു സീഡ് നമ്മൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ചില സാഹചര്യങ്ങൾ വരുമ്പം കർത്താവ് തന്നെ നമ്മളെ ഉണർത്താറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു അവസരം നമുക്ക് ദൈവം തരാറുണ്ട്. അവിടെ പോയിട്ട് നമ്മളിപ്പം യേശുവിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി, ബാക്കി കർത്താവ് ചെയ്തോളും. അപ്പം അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. ലൈക്ക് കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടെ അല്ലെങ്കിൽ പ്രവർത്തിക്കട്ടെ, നല്ല നെയ്ബേഴ്സിനെ തരാൻ വേണ്ടിയിട്ട്. ഈ നാടിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നതിന് കർത്താവിനൊരു ഉദ്ദേശമുണ്ട് അല്ലേ? ഈ നാട്ടിൽ നമ്മളെല്ലാവരും യേശുവിനെ അറിഞ്ഞവരാണ്. ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ആരും യേശുവിൻ്റെ വരവിൽ ഇവിടെ പട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, നിങ്ങളുടെ ബെഞ്ചിൽ അപ്പുറത്തിരിക്കുന്നവരാണെങ്കിൽ യേശുവിൻ്റെ വരവിൽ എൻ്റെ കൂടെ അവരും എടുക്കപ്പെടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ചിലതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
സോ നല്ല നെയ്ബേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല നെയ്ബേഴ്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും എന്താ പറയുക, മോട്ടിവേറ്റ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്യുന്നു. ഈ വചനങ്ങൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.